എല്ലാവർക്കും സുഖമല്ലേ? കളിയെക്കുറിച്ച് കാര്യം എന്ന് പറഞ്ഞ പോലെ നമ്മളിന്ന് മെഡിസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മെഡിസിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വെൽ പ്ലാൻഡ് ആയിട്ടൊന്നുമല്ല. നമ്മുടെ ഈ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാകുന്ന കുറേ സംശയങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മളൊരു വീഡിയോയിലൂടെ ചെയ്യുന്നു മാത്രം. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഇന്നലെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറിന് നമ്മൾ പറഞ്ഞു കൊടുത്ത കുറച്ച് നിർദ്ദേശങ്ങൾ അത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാത്രം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ കുട്ടികൾക്ക് പനിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന മെഫെനമിക്കാസിൽ സിറപ്പുണ്ട്. ഇതിന് ധാരാളം ബ്രാൻഡുകളും നമ്മുടെ വിപണിയിൽ അവൈലബിൾ ആണ്. മെഫെനമിക്കാസിൽ എന്ന് പറയുന്നത് നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ്. ഇത് പനിക്കുന്ന കുട്ടികൾക്ക് എപ്പോൾ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുട്ടിക്ക് ഒരു ചെറിയ പനി വന്നാൽ അപ്പോൾ തന്നെ വാങ്ങിച്ചു കൊടുക്കേണ്ട സിറപ്പല്ല ഈ മെഫെനമിക്കാസിൽ സിറപ്പ്. നമ്മൾ കുട്ടികൾക്ക് പനി വന്നാൽ പാരസിറ്റാമോൾ സിറപ്പാണ് ആദ്യം കൊടുക്കേണ്ടത്. കുട്ടിയുടെ വയസ്സും വെയിറ്റ് ഒക്കെ അനുസരിച്ച് പാരസിറ്റാമോൾ സിറപ്പ് ഡോസ് അനുസരിച്ച് കൊടുക്കുക. എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ല ടെമ്പറേച്ചർ ഹൈ ആയാൽ മാത്രമാണ് മെഫെനമിക്കാസിൽ സിറപ്പ് കൊടുക്കേണ്ടത്. നല്ല ടെമ്പറേച്ചർ ഉള്ളപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പാരസിറ്റാമോൾ സിറപ്പ് 5 മണിക്കൂർ വരെ ഇടവിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെ കൊടുത്തിട്ട് മാറുന്നില്ലെങ്കിൽ മാത്രം നല്ല ഹൈ ടെമ്പറേച്ചറാണ്, പിന്നെ ഫിക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചില കുട്ടികൾക്ക് പനിച്ചാൽ ഫിക്സ് ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ മെഫെനമിക്കാസിൽ സിറപ്പ് കൊടുക്കേണ്ടത്. ചെറിയ പനി ഉണ്ടാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് മെഫെനമിക്കാസിൽ സിറപ്പ് കൊടുക്കരുതെന്ന് പറയാനുള്ള കാരണം, പിന്നീട് പാരസിറ്റാമോൾ സിറപ്പ് കൊടുക്കുമ്പോൾ കുട്ടികളുടെ പനി മാറാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ മെഫെനമിക്കാസിൽ സിറപ്പ് കൊടുക്കരുതെന്ന് പറയാനുള്ള കാരണം. പിന്നെ നമ്മൾ മെഡിസിൻ കഴിക്കുകയാണ്, ഒരു 3 നേരമാണ് മെഡിസിൻ എഴുതി തന്നിരിക്കുന്നതെങ്കിൽ ഒരു 8 മണിക്കൂർ ഇടവിട്ട് അത് കഴിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാതെ തോന്നുമ്പോൾ നമ്മൾ കഴിക്കുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? ഉണ്ടല്ലോ, കുട്ടികൾക്ക് മെഡിസിൻ കൊടുക്കുമ്പോൾ 5 ml എഴുതി തന്നേക്കെങ്കിൽ 5 ml തന്നെ കൊച്ചിൻ്റെ അകത്ത് ചെല്ലാൻ പാകത്തിന് കൊടുക്കണം. അല്ലാതെ കുറച്ച് കണ്ടെയ്നറിലും കൊച്ചു തുപ്പിക്കളഞ്ഞു അങ്ങനെയെല്ലാം കൊടുത്താൽ അതിൻ്റെ ഡോസ് കറക്റ്റായിട്ട് കൊച്ചിൻ്റെ അകത്ത് ചെല്ലില്ല. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ കറക്റ്റ് ഡോസ് എത്തുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ 5 ml എന്നുള്ള ഒരു ഇത്തിരി കൂട്ടിയിട്ട് എടുത്ത് കൊടുക്കാം. അത് കറക്റ്റായിട്ട് ഡോസ് ചെല്ലാൻ വേണ്ടിയിട്ട് കുറച്ച് കൂട്ടിയെടുത്ത് നമുക്ക് കൊടുക്കാം. നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കഴിക്കാൻ നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്തോ ഷോപ്പിൽ ഫാർമസിസ്റ്റിൻ്റെ അടുത്തൊക്കെ ചോദിക്കുക. സേഫായിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വിഷയങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. എല്ലാവർക്കും സുഖമല്ലേ? കളിയെക്കുറിച്ച് കാര്യം എന്ന് പറഞ്ഞ പോലെ നമ്മളിന്ന് മെഡിസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മെഡിസിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വെൽ പ്ലാൻഡ് ആയിട്ടൊന്നുമല്ല. നമ്മുടെ ഈ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാകുന്ന കുറേ സംശയങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മളൊരു വീഡിയോയിലൂടെ ചെയ്യുന്നു മാത്രം. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഇന്നലെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറിന് നമ്മൾ പറഞ്ഞു കൊടുത്ത കുറച്ച് നിർദ്ദേശങ്ങൾ അത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാത്രം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ കുട്ടികൾക്ക് പനിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന മെഫെനമിക്കാസിൽ സിറപ്പുണ്ട്. ഇതിന് ധാരാളം ബ്രാൻഡുകളും നമ്മുടെ വിപണിയിൽ അവൈലബിൾ ആണ്. മെഫെനമിക്കാസിൽ എന്ന് പറയുന്നത് നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ്.